ഉപ്പ. എല്ലാ മക്കളും ഉമ്മമാരും അറിയണം. ഉപ്പാന്റെ ശബ്ദം ഇഷ്ടമല്ല, ഉപ്പാന്റെ വാശി ഇഷ്ടമല്ല, ഉപ്പാന്റെ നോട്ടം ഇഷ്ടമല്ല, ഉപ്പാന്റെ ഉപദേശം ഇഷ്ടമല്ല, ഉപ്പാന്റെ ഇടപെടലുകൾ ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായ്മകളാണ്. ശല്യമാണ് ഉപ്പ. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തതാണയാൾ. പുതുജീവിതത്തോടെ സ്വന്തമായുണ്ടായിരുന്ന ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞവനാണ് ഉപ്പ. പുതുജീവിതത്തോടനുബന്ധിച്ച് ഉമ്മ, ഭാര്യ, സഹോദരി, സഹോദരൻ, അമ്മാവൻ, അമ്മായി എന്നിവർക്കിടയിലെ പടലപ്പിണക്കങ്ങൾക്കിടയിലും ഒളിയമ്പുകൾക്കിടയിലും വീർപ്പടക്കി കഴിഞ്ഞവൻ ഉപ്പ. കുടുംബത്തിന്റെ കെട്ടുറപ്പിനായോ ഐക്യത്തിനായോ സമാധാനത്തിനായോ ഒരുപാട് അനിഷ്ടങ്ങളെ പുറമെ പ്രകടിപ്പിക്കാതെ മനസ്സിലൊതുക്കി കഴിയുന്നവൻ ഉപ്പ. പല ജോലികൾ, പല വേഷങ്ങൾ, പല സ്ഥലങ്ങൾ. വിവാഹം കഴിഞ്ഞതോടെ വർഷങ്ങളോളം ജീവിതം ബുദ്ധിമുട്ടി. സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും മനോഹരമായൊരു വീട് വയ്ക്കാൻ പെട്ടപാടുകൾ. മക്കൾക്ക് LKG മുതൽ നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും. മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും. എന്നിട്ടും അയാൾ തിരക്കിലേക്കും ജീവിത കഷ്ടപ്പാടിലും വഴുതിപ്പോയി. ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീടിനുള്ളിൽ തനിച്ചായി. മക്കളുടെ മുന്നിൽ ഒരു അധികപ്പറ്റാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. കാരണം മക്കളെല്ലാം പങ്കുവെക്കുന്നത് അവരുടെ ഉമ്മയോടാണ്. ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ പിതാവ് എന്നും ഒരു തോൽവിയായി മാറി. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായി യഥാർത്ഥ പ്രശ്നം. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും കാണാം ലക്ഷക്കണക്കിനു പേർ ഇങ്ങനെ. മാതാവിന്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാരും വാഴ്ത്തിപ്പാടും. ഇതിനിടക്ക് പിതാവിനെ മറക്കും. പലപ്പോഴും കരയുന്ന ഉമ്മമാരെ മക്കൾ കാണും, പക്ഷേ കരയുന്ന പിതാവിനെ മക്കൾ കാണില്ല. 10 മാസം നൊന്തുപെട്ട ഉമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ടുകാണും. ഭാര്യയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, ചെക്കപ്പുകൾ, പീഡിയാട്രീഷ്യൻ എന്നിവക്കായി നെട്ടോട്ടമോടിയ ഉപ്പാനെ മക്കളോർക്കില്ല. പ്രസവാശുപത്രിയിൽ കൊടുമഴയത്ത് ആശുപത്രി പരിസരത്ത് കൊതുക് കടിയേറ്റ് കുത്തിയിരുന്ന ഉപ്പാന്റെ സഹനം ത്യാഗമായി. ഒരു മക്കളും കരുതാറില്ല. രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും പറയാത്ത, അറിയിക്കാത്ത ഉപ്പ. പണ്ടുണ്ടായ കഷ്ടപ്പാടുകൾ, പറമ്പിലെ പണി, പാടത്തെ പണി, കൂലിപ്പണി, കോൺക്രീറ്റ് പണി, കൊത്തപ്പണി, കച്ചവടം എന്നിവ പറഞ്ഞാൽ പഴംപുരാണം തള്ളുന്നു എന്ന കളിയാക്കലും ഉമ്മയെന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ ഉപ്പയെന്ന കടലിനെ മറക്കുന്നു പലപ്പോഴും. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാനറിയില്ല, പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പൊതുവെ വിചാരങ്ങൾ. മക്കളെ ഉപദേശിക്കാനൊരുമ്പെട്ടാൽ നിങ്ങളുടെ കാലമല്ല ഇത് എന്നുപദേശിക്കുന്ന ഉമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന ഉപ്പ. അതൊക്കെ തന്നെയാണ് ചില ഉപ്പമാർ വീട്ടിൽ പോലും അന്യരാക്കുന്നത്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചാറ്റും ഗെയിമുകളും TV സീരിയലുകളും തകർത്താടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്നൊരച്ചൻ. നിങ്ങൾ മക്കൾ തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും ഉപ്പാന്റെ മുഖത്തേക്കും കണ്ണുകളിലേക്ക് ഒന്നു നോക്കണം. കടലോളം ദുഃഖം ഒളിപ്പിച്ചുവെച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുന്ന ഓരോ പിതാവിന്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പരവും അറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും അവരൊരു ഉപ്പയാകുമ്പോൾ മാത്രം. അപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കും. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് റബ്ബാഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയവർ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.